Good morning, everybody. A very warm welcome to our channel Litmaster. Today, we are going to discuss psychoanalytic criticism as part of methodology of literature, which is studied in fifth semester BA English Language and Literature. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസമാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂ ക്രിറ്റിസിസം, ഫോർമലിസ്റ്റ് അപ്രോച്ചസ്, റഷ്യൻ ക്രിറ്റിസിസം, ഇതെല്ലാം നിങ്ങൾ വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. അല്ല എങ്കിൽ നമുക്ക് ഒന്നിന് ശേഷം മറ്റൊന്ന് അങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ വരും ദിവസങ്ങളിലെ പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഇന്ന് സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സോ ബിഫോർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് the topic or the session, I will explain the plan of this session. How could we are going forward? ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്ലാനാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് സൈക്കോ അനാലിസിസ്. വാട്ട് ഈസ് സൈക്കോ അനാലിസിസ്? ഹൗ ഇറ്റ് കെയിം ഫോർവേഡ്, ഹൗ ഇറ്റ് കെയിം ടു എക്സിസ്റ്റ്. And second, we know Freud. Sigmund Freud is the prominent figure in psychology, and how he approached literary criticism and psychoanalysis. His major theories like conscious and unconscious. You might have heard about conscious and unconscious. And അദ്ദേഹത്തിൻ്റെ തിയറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. കോൺഷ്യസും അൺകോൺഷ്യസും തമ്മിലുള്ള വ്യത്യാസവും നമുക്കറിയാൻ പറ്റും. അതിലേക്ക് ചെറുതായിട്ട് ഇപ്പോൾ തന്നെ ഞാനൊരു ഹിൻസ് നിങ്ങൾക്ക് തരികയാണ്. കാരണം നമ്മുടെ സ്ലൈഡുകളിൽ ഈ ഒരു കാര്യം വളരെ കൂടുതൽ വിശദീകരിക്കുകയില്ല. ഇതിന് ഉദാഹരണമായിട്ട് ഫ്രോയിഡ് പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണമുണ്ട്. ഒരു ഐസ്ബർഗ്. ഈ ഐസ്ബർഗ്, വെള്ളത്തിൽ കിടക്കുന്ന ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അതെന്താണെന്നറിയില്ല. വലിയ ഐസ് പർവ്വതങ്ങളുണ്ടാവും, ഐസിൻ്റെ മലകളുണ്ടാവും കടലിൽ. അത് പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ മുകളിലോട്ട്, വെള്ളത്തിൻ്റെ മുകളിലോട്ട് കാണുള്ളൂ. ബാക്കി വലിയൊരു ഭാഗം താഴോട്ടാണ് ഉണ്ടാവുക. അതിൽ മുകളിൽ കാണുന്ന ഭാഗമാണ് കോൺഷ്യസ് എന്ന് അദ്ദേഹം പറയുന്നത്, ബോധതലം. എന്നാൽ അതിൻ്റെ അടിയിൽ വലിയ ഒരു അൺകോൺഷ്യസ് തലമുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ പുറത്ത് കാണുന്നത് വളരെ കുറച്ച് മാത്രമുള്ള കോൺഷ്യസ് ആണ്. എന്നാൽ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ട് വളരെ വലിയ ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് ഇപ്പോൾ പല സംഭവങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന, നമ്മുടെ കഴിഞ്ഞ ചെറുപ്പം മുതലുള്ള ഇത്രയും നടന്നു പോയ സംഭവങ്ങളും നമുക്ക് ഓർമ്മയില്ലല്ലോ. എന്നാൽ ചിലതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഓർമ്മയിലുള്ളത് കോൺഷ്യസ്, എന്നാൽ ഓർമ്മയിലില്ലാത്തത് അൺകോൺഷ്യസ്. എന്നാൽ ചില ആളുകൾ പറയുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ വരും. അതിന് നമുക്ക് സബ് കോൺഷ്യസ് എന്നൊക്കെ വിളിക്കാം. എന്നാൽ അങ്ങനെയുള്ള ഡിസ്കഷനിലേക്ക് ഇപ്പോൾ പോകണ്ട, കുറച്ച് ഡീറ്റെയിൽഡാണ്. ഈ അൺകോൺഷ്യസ് ആയ ഫ്രോയിഡ് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും നമ്മൾ അറിഞ്ഞതുമായ അൺകോൺഷ്യസ് ആയ കാര്യങ്ങൾ. ഇത് പക്ഷെ അത് ഇന്ന് നമ്മുടെ മനസ്സിൽ പുറത്തേക്ക് വരില്ല. അതൊരിക്കലും എന്തെങ്കിലും കാരണത്താൽ നമുക്ക് പുറത്ത് വരുന്നതല്ല. പക്ഷേ നമ്മളുടെ പല പ്രവർത്തനങ്ങൾ കാരണത്താൽ ഇതിനെ നമ്മൾ സബ്ലിമേഷൻ നടത്തിയിട്ട്, സബ്ലിമേഷൻ മീൻസ് അതിനെ ഉദാത്തമായിട്ട് മറ്റു ചിലതാക്കി മാറ്റിയിട്ടുണ്ട്. സബ്ലിമേഷൻ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ സെക്ഷൽ ഡിസയർ ചെറുപ്പം മുതലുണ്ട്. അതിന് നമ്മൾ സെക്ഷൽ ഡിസയർ പുറത്ത് കാണിക്കാൻ പാടില്ല. സെക്ഷൽ ഡിസയർ പ്രകടിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾക്ക് സെക്സിനോട് താല്പര്യമുണ്ട്. തൊട്ടടുത്ത് ഒരു ആൺകുട്ടിയാണെങ്കിൽ തൊട്ടടുത്ത് ഇരിക്കുന്ന പെൺകുട്ടിയോട് അത് കാണിക്കാൻ പാടില്ല എന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ അതായത് ആ ഒരു തീവ്രമായ ബോധത്താൽ നമ്മൾ നമ്മുടെ സെക്ഷൽ ഡിസയറിനെ അടിച്ചമർത്തുകയും റിഗ്രസ് ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സബ്ലിമേറ്റ് ചെയ്യും. ഒരു പക്ഷേ അത് നമ്മൾ ആത്മീയതയിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ റിഗ്രഷൻ, പലപ്പോഴും നമ്മുടെ മനസ്സിൽ റിഗ്രഷൻ നടക്കുന്നുണ്ട്, അടിച്ചമർത്തലുകൾ നടത്തുന്നുണ്ട്. അതുവഴിയാണ് നടത്തുന്നത്. അതുവഴിയാണ് അൺകോൺഷ്യസിലേക്ക് പലപ്പോഴും പല കാര്യങ്ങളും പോകുന്നത്.
ഇനി അങ്ങനെ പോകുന്ന കാര്യങ്ങൾ നമ്മൾ സബ്ലിമേഷനിലൂടെ പിന്നെ അവതരിപ്പിച്ചേക്കാം, പുറത്തേക്ക് അവതരിപ്പിച്ചേക്കാം. മറ്റൊന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ അതിനെ വകതിരിച്ചിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നതും പിന്നെ മറ്റൊരു കാര്യമായിട്ട് അതിനെ കാണുന്നതൊക്കെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡ്രീമിലൊക്കെയാണ് വരല്. അതേപോലെ തന്നെ കണ്ടൻസേഷൻ ഒരുപാട് കാര്യങ്ങളെ ഒന്ന് ചെറിയൊരു ഇതിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ പിന്നെ മറ്റൊന്നിലേക്ക് വ്യത്യസ്തമായ കാര്യങ്ങളെ ഒരു ചെറിയ ഒന്നിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നു. അതൊക്കെ സ്വപ്നത്തിൽ പലപ്പോഴും നമ്മൾ കാണലുണ്ട്. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു പക്ഷേ സ്വപ്നം കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ കിച്ചൺ എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ ഉമ്മയുടെ വീട്ടിലെ കിച്ചണായിരിക്കാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ റോഡ് ഒരു പക്ഷേ അത് നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള റോഡായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്വപ്നത്തിൽ. അതിനെ കണ്ടൻസേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അൺകോൺഷ്യസിനെ നമ്മൾ റിഗ്രസ് ചെയ്യുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതെങ്ങനെ ലിറ്ററേച്ചറിലേക്ക് വരുന്നു എന്ന് നമുക്ക് ശേഷം പറയാം. രണ്ടാമത്തെ ഈഗോ, സൂപ്പർ ഈഗോ. ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിയറിയിൽപ്പെട്ട ഒന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും പലർക്കും, പക്ഷെ അതിനെ ഞാനൊന്ന് വളരെ ചുരുക്കി പറയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ചില വികാര പ്രകടനങ്ങളും എല്ലാമാണ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെന്ന് പറയാം. ഇപ്പോൾ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ സെക്സ് വേണം, ഭക്ഷണം വേണം, എല്ലാം വേണം. അപ്പോൾ നമ്മുടെ ആ ആഗ്രഹങ്ങൾ എല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സംഭവം. അതിനാണ് ഇതെന്ന് പറയാം. ഈഗോ എന്ന് പറഞ്ഞാൽ എന്നാൽ ചിലതിന് നമ്മൾ തടഞ്ഞു നിർത്തും. ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ അത് ചെയ്താൽ മറ്റുള്ളവർ കാണും, അത് ചെയ്താൽ എങ്ങനെ പ്രശ്നമാണ്, അത് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് തടഞ്ഞു നിർത്തുന്നതാണ് ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഒരു പൊസിഷൻ ഉണ്ടാവും. ഐഡിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതാണ് സൂപ്പർ ഈഗോ. ആ ഐഡിയൽ മനുഷ്യനിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് പിന്നെ നമ്മൾ നടത്തുന്നത്. എപ്പോഴും ഒരു സൂപ്പർ ഈഗോ ആയിട്ട് മാറാനാണ് എപ്പോഴും മനുഷ്യൻ്റെ ഒരു ശ്രമം ഉണ്ടാവല്. അപ്പം ഇതിനെ പതുക്കെ അടിച്ചമർത്തി ഈഗോയിലൂടെ ഈഗോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ അടിച്ചമർത്തൽ മോശമായിട്ടും തെറ്റായിട്ടും ഒക്കെ വരാം. കണ്ടത് പിന്നെ ആളുകൾക്കിടയിൽ നമ്മൾ പലതും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തേക്കാം, പക്ഷെ അത് തെറ്റായി മാറിയേക്കാം. തെറ്റായി മാറുമ്പോൾ അത് ഐഡിയൽ അല്ല. ഇപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ചെയ്തത് ശരിയായില്ല, അതിങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് തോന്നുമല്ലോ. ആ ചെയ്തത് ആണ് ഈഗോ, നമ്മളുടെ ചില സമയത്ത് ചെയ്താണ് ഈഗോ. എന്നിട്ട് അതിനെ സൂപ്പർ ഈഗോയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഐഡിയൽ ആയ ഒരു സംഭവത്തിലേക്ക് പോകുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. വിശദീകരണം ശേഷം വരുന്നു. ഇനി ലഖാൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം കുറച്ച് ഫ്രോയിഡിയൻ തിയറിയെ കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ് നമ്മുടെ മനസ്സിൽ, ഫ്രോയിഡ് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ അടങ്ങിക്കഴിയുന്ന ഒരുപാട് പിന്നെ ചിന്തകൾ, നമ്മൾ അടിച്ചമർത്തി വെച്ചിട്ടുള്ള ഒരുപാട് ചിന്തകളാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. എന്നാൽ ലഖാൻ പറയുന്നത് ഈ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലല്ല, സമൂഹത്തിൽ മൊത്തമാണ്. അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് ഉദാഹരണം അയാൾ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കറുപ്പിനോടുള്ള അനിഷ്ടം, ഒരു വ്യക്തി കറുപ്പായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു അനിഷ്ടമാണ്. വെളുപ്പിനോടുള്ള ഒരു ഇഷ്ടം, കുട്ടി കറുത്തതാണോ വെളുത്തതാണോ, കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെയുള്ള നമ്മുടെ ചോദ്യം ഉണ്ടല്ലോ. ആൺകുട്ടികളോടൊരു ഇഷ്ടവും പെൺകുട്ടികളോടൊരു വെറുപ്പും ഇപ്പോഴല്ല, ഇപ്പോൾ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? സമൂഹത്തിൽ മൊത്തം നടക്കുന്ന ഒരു അൺകോൺഷ്യസ് ബോധമുണ്ട്, സമൂഹത്തിൻ്റെ ഒരു അൺകോൺഷ്യസ് ഉണ്ട്. കറുത്തതായാൽ അതൊരു മോശമാണെന്നുള്ള അൺകോൺഷ്യസ്. അങ്ങനെ അപ്പോൾ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെതാണ്, വ്യക്തിയുടേതല്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ് ലഖാനിയൻ സൈക്കോ അനാലിസിസ്. അതിൽ അദ്ദേഹം ഒരു കുട്ടിയുടെ ലോകത്തെ 3 എണ്ണമായി തരംതിരിക്കുന്നു. ഒന്ന് ഇമാജിനറി വേൾഡ്, ഒരു 18 മാസം വരെയുള്ള ഒരു സമയമാണത്, ജനിച്ച് 18 മാസം വരെ. അതിലൊരു കുട്ടി സ്വന്തം ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല, അമ്മയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് ഞാൻ ആരാണെന്നുള്ള അറിയാതെ അമ്മയെപ്പോലെ തന്നെ വളരെ ഒരു ഐഡിയൽ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു.
വളരെ നല്ല, വളരെ കുട്ടി എല്ലാ വിധത്തിലും സന്തോഷിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന, അവനെന്താണെന്ന് തിരിച്ചറിയാതെ, അതായത് അവൻ്റെ ലോകം വളരെ സന്തോഷത്തിൻ്റെയും ഹാപ്പിയുടെയുമായിട്ടുള്ള ഒരു 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 ഘട്ടമാണ് ഇമാജിനറി വേൾഡ്. അവൻ ഇമാജിനറി ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സിംബോളിക് വേൾഡ് എന്ന് പറയുന്നത് അതിന് ശേഷം വരുന്നൊരു ലോകമാണ്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ സിംബോളിക് ലാംഗ്വേജ് വേൾഡിലേക്ക് വന്നു. കുട്ടി പതുക്കെ ലാംഗ്വേജ് പഠിക്കുന്നു. അമ്മ, അച്ഛൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് രണ്ടെണ്ണമാണ്, രണ്ട് തരത്തിലുള്ള പ്രത്യേകതകളുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അമ്മ, അച്ഛൻ, ജ്യേഷ്ഠൻ, അനിയൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം, സ്ത്രീ, പുരുഷൻ, ഇവർ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആൺകുട്ടികൾ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു കുട്ടി പതുക്കെ. ഈ സിംബോളിക് വേൾഡിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് അവൻ്റെ ഇമാജിനറി വേൾഡ് തകർന്നു എന്നാണ് പറയുന്നത്. അവനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ലോകത്തിലേക്ക്, കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് കടക്കുകയാണ്. അവൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും അടിച്ചമർത്തിയിട്ട് മറ്റൊരു തരത്തിലേക്ക് കടക്കുന്നു സിംബോളിക് വേൾഡിലാകുമ്പോൾ എന്നാണ് ലക്കാൻ പറയുന്നത്. ശരിക്കും റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ വേൾഡ് എന്ന് പറഞ്ഞാൽ, അവൻ ആദ്യം ഉണ്ടായിരുന്ന ഇമാജിനറി വേൾഡ് എന്താണോ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണ് ശരിക്കും റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ. അതിലേക്ക് എത്താൻ, അതൊരിക്കലും മനുഷ്യന് എത്താൻ പറ്റാത്തതാണ്. എന്നാണോ നമ്മൾ ഈ സിംബോളിക് വേൾഡിലേക്ക് പ്രവേശിക്കുക, ലാംഗ്വേജിൻ്റെ വേൾഡാണ് സിംബോളിക് എന്ന് പറഞ്ഞാൽ. ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം സ്ട്രക്ചറലിസ്റ്റ് വാദം സ്ട്രക്ചറലിസ്റ്റ് ഇപ്പോൾ ഫെർണാണ്ടോ സൊഷ്യൂറുടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലിംഗ്വിസ്റ്റിക്സിൽ, അതിൽ സിഗ്നിഫൈഡ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സയൻസ് സിസ്റ്റത്തെ, ഓരോ തരത്തിലുള്ള സയൻസ് സിസ്റ്റത്തെ സൈക്കോളജിയിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്കാനിയൻ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ സ്ലാവോജ് സീസക്കിൻ്റെ ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ, ഫാൻറ്റസിയാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും എന്താ പറയുക, ഒരു തടസ്സം നിൽക്കുന്നത് എന്നാണ് ഫ്രോയിഡിൻ്റെ വാദമുണ്ടായിരുന്നത്. ഇത് ലക്കാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അതൊരു ഡിഫെൻസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഡിഫെൻസ്, എല്ലാ കാര്യങ്ങളെയും ഡിഫെൻഡ് ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത് ഫാൻറ്റസിയെ എന്നാണ്. എന്നാൽ ഷീസക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റിയാലിറ്റി ഈസ് എ ഫാൻറ്റസി കൺസ്ട്രക്ഷൻ വിച്ച് എനേബിൾസ് പീപ്പിൾ ടു മാസ്ക് ദ റിയൽ ഓഫ് ദെയർ ഡിസയർ. അപ്പോൾ നമ്മുടെ റിയൽ ഡിസയറിനെ മാസ്ക് ചെയ്യുന്ന, അതിനെ തടഞ്ഞു നിർത്തുന്ന, നമ്മളുടെ റിയൽ ഡിസയറിനെ തടഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഫാൻറ്റസി എന്ന ഒരു വാദം. അതായത് നമ്മുടെ മുമ്പിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങൾക്ക് മുമ്പിലുള്ള ഒരു തടസ്സമാണ് ഒരു 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 എന്താ പറയുക, നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കുന്ന ഒരു തരത്തിലുള്ള സംഭവമാണ്, ഒരു റിയാലിറ്റിയാണ് ഫാൻറ്റസി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സ്ലാവോജ് സീസക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ഒരു പ്ലാൻ. ആ പ്ലാനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇനി സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ലാസ്റ്റ് പറയുന്നു. So the first, what is psychoanalysis? Psych, the Greek word means spirit, soul or mind. So psychology is science of mind. No need to explain these words. And Sigmund Freud, we know 1856 to 1939, the celebrated Austrian psychologist, coined the term psychoanalysis in 1896. Then Sigmund Freud coined the term psychoanalysis. He used the term to describe the therapeutic technique of deeply probing into the unconscious. A therapeutic technique. It is a therapeutic technique of deeply probing into unconscious, which is deeply probing into our unconscious. And for Freud, human mental activity is controlled by unconscious mind, and the primary source of psychic energy is sexual libido. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമായ വാദമാണ് നമ്മൾ പറയുന്നത്. ഫോർ ഫ്രോയിഡ്, ഹ്യൂമൻ മെൻ്റൽ ആക്ടിവിറ്റി ഈസ് കൺട്രോൾഡ് ബൈ അൺകോൺഷ്യസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും അറിയാതെ കൺട്രോൾ ചെയ്യുന്നത് അൺകോൺഷ്യസ് ആണ്, അൺകോൺഷ്യസ് മൈൻഡാണ്. ആൻഡ് ദ പ്രൈമറി സോഴ്സ് ഓഫ് സൈക്കിക് എനർജി ഈസ് സെക്ഷൽ ലിബിഡോ. നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് സൈക്കിക് എനർജിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൽ ഡിസയറാണ്.
സെക്ഷൽ ഡിസയറിനെ അടിച്ചമർത്തുകയും അദ്ദേഹത്തിൻ്റെ ഫ്രോയിഡിൻ്റെ ചിന്തകളൊക്കെ എല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും സെക്ച്വാലിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സ്പിരിച്വാലിറ്റി, ഈവൻ സ്പിരിച്വാലിറ്റി ഈസ് കണക്റ്റഡ് ടു സെക്ച്വാലിറ്റി എന്ന അർത്ഥത്തിലാണ്. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ ഒരു സെക്ഷൽ ആനിമലായിട്ട് മാത്രം കണക്കാക്കുന്ന ഒരു തിയറിയാണ് പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേത്. In what is psychoanalytic criticism is a form of literary criticism which uses some of the techniques of psychoanalysis in the interpretation of literature. Uses the technique of psychoanalysis in the interpretation of literature. Broadly, psychological criticism deals with the work of literature as the expression of the inner psyche or character of and personality of the author. Broadly we can say that psychological criticism deals with the work as an expression of inner psyche or character or personality of the author. What is presented in the work is the character or personality of the author, or it is connected to the character or personality of the author. And this was made possible with Sigmund Freud's important work, The Interpretation of Dreams, published in 1900. 1900 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പുസ്തകം ഓർമ്മിക്കുക, അത് പബ്ലിഷ് ചെയ്ത വർഷം ഓർമ്മിച്ച് വെക്കുക, നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുണ്ടാവും. ദെൻ ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് എന്താണ്? ഫ്രോയിഡ് ആൻഡ് സൈക്കോ അനാലിസിസ് linked with Freud's idea of the unconscious is the idea of repression, which is the forgetting or ignoring unresolved conflict, unadmitted desires or traumatic past events which will remain in the unconscious. അദ്ദേഹത്തിൻ്റെ അൺകോൺഷ്യസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ അൺകോൺഷ്യസ് ഐഡിയയോടുള്ള എങ്ങനെയാണ് അൺകോൺഷ്യസ് നമ്മൾ രൂപപ്പെട്ട് വരുന്നത്? ഇറ്റ് ഈസ് എൻ ഐഡിയ ഓഫ് റിപ്രഷൻ, അടിച്ചമർത്തലാണ്. which is the forgetting or മറക്കലാണ്, repression or forgetting, or ignoring of unresolved conflicts. There were unresolved conflicts in our mind. നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ആ കോൺഫ്ലിക്റ്റുകൾക്കൊന്നും ഒരു പക്ഷേ സോൾവ്ഡ് അല്ല, അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യുക. or അഡ്മിറ്റഡ് ഡിസയേഴ്സ്, ഒരിക്കലും നേടാൻ പറ്റാത്ത ഡിസയേഴ്സ് ഉണ്ട്. or traumatic past events, വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള പാസ്റ്റ് ഇവൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഒരു ദിവസം റോഡിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ മുന്നിൽ ഒരു ആക്സിഡൻ്റ് ആയ ഒരാൾ മരിക്കുന്നത് ചെറുപ്പത്തിൽ നമ്മൾ കണ്ടു. അത് നമ്മുടെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ നിരന്തരം തികട്ടി വരും. അത് നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് പോകും. ഇപ്പോൾ പിന്നെ ചില കുട്ടികളൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ട്രോമാറ്റിക് ഇവൻറ്റ്സിലൂടെ വന്നിട്ടുള്ള കുട്ടികൾ ഭയങ്കരമായിട്ടുള്ള ജീനിയസായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരാകെ ഡിപ്രസ്ഡ് ആയി പോകുന്നത്. ഇത് രണ്ടും അവരുടെ അൺകോൺഷ്യസിൽ ഉണ്ടാകുന്ന ഈ ഒരു റിഗ്രഷനെ അവർ പുതിയ രൂപത്തിലേക്ക് മാറ്റുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രയോജനവും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഇൻഫ്ലുവൻസുമാണ്. ഇനി ത്രൂ സബ്ലിമേഷൻ. വാട്ട് ഈസ് സബ്ലിമേഷൻ? വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. The repressed material is promoted into something grander or is disguised as something noble. നമ്മുടെ ഉള്ളിൽ നമ്മൾ അടിച്ചമർത്തിയിട്ടുള്ള സാധനത്തെ ഒരു നോബിളായിട്ടുള്ള സാധനമായിട്ട് സബ്ലിമേറ്റഡ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, repressed sexual urges may be given sublimated expression in the form of intense religious experience or longings. ഇപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള പിന്നെ സെക്സ്വൽ ആഗ്രഹങ്ങൾ, ഡിസയേഴ്സിന് നമ്മൾ അടിച്ചമർത്തിയിട്ടുണ്ട്. ഈ അടിച്ചമർത്തിയ സെക്സ്വൽ ഡിസയേഴ്സ് ഇൻറ്റൻസ് റിലീജിയസ് എക്സ്പീരിയൻസസ് ഓർ ലോങ്ങിങ്സ്, റിലീജിയസ് മതപരം ഭയങ്കരമായ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു നമ്മൾ. അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവമായിട്ട് മാറിയേക്കാം. Repressed experiences also reappear in the form of dream images through a process of displacement and condensation. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കണ്ടൻസേഷനിലൂടെ നമുക്ക് ഡ്രീം ഇമേജസ് ആയി വരും. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പ്രോസസ് വെർ ഇൻ വൺ പേഴ്സൺ ഓർ ഇവൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ അനദർ വിച്ച് ഈസ് ഇൻ സം വേ ലിങ്ക്ഡ് ടു ഇറ്റ്. ഏതെങ്കിലും ഒരു അനുഭവം ഒരു പ്രവർത്തനത്തെ
മറ്റൊന്നായിട്ട് ഡിസ്പ്ലേസ് ചെയ്തു വരും. നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ളത് പിന്നെ നമ്മളൊരു ട്രോമയാണ് കണ്ടിട്ടുള്ളത്. ആ കണ്ട ട്രോമയെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ സ്വപ്നത്തിലേക്ക് വരുന്നു. അതൊരു പക്ഷേ ട്രോമ ആയിക്കൊള്ളുന്നില്ല. നമ്മളൊരു ഗാർഡനിൽ വളരെ ഒക്കെ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം ഒന്നിനെ മറ്റൊന്നായിട്ട് കാണുന്നു, ഡിസ്പ്ലേസ് ചെയ്ത് കാണുന്നു. നമ്മൾ സ്വപ്നത്തിൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള പല ഇമേജുകളും അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്നൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റിലൂടെയാണ്. ഒരിക്കലും ഇപ്പോൾ പാമ്പ് വരുന്നത് കണ്ടു ഒരാൾ, പാമ്പുമായിട്ടൊരു ബന്ധവുമില്ല, പാമ്പുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു സംഭവമാണ്. അതിനെ പാമ്പായിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളതിനെ അങ്ങനെ അനുഭവിക്കുകയാണ്. ഇനി കണ്ടൻസേഷൻ, എ നമ്പർ ഓഫ് പീപ്പിൾ, ഇവൻറ്റ്സ് ഓർ മീനിങ്സ് ആർ കമ്പൈൻഡ് ആൻഡ് represented by a single image in the dream. ഒരുപാട് പേര്, ഒരുപാട് ഇവൻറ്റ്സ്, മീനിങ്സ്, ഇതിനൊക്കെ ഒന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സിംഗിൾ ഇമേജ് ഇൻ ദ ഡ്രീമിലെ ഒരു സിംഗിൾ ഇമേജ് ആയിട്ട് നമ്മളതിനെ കാണുന്നു. വ്യത്യസ്തമായ അനുഭവങ്ങളെ ഒന്നായി കൊണ്ടുവരുന്നു. ആളുകളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വപ്നത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ഒന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് കണ്ടൻസേഷൻ. ദ പേർപ്പസ് ഓഫ് ഡിവൈസസ് ലൈക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കണ്ടൻസേഷൻ ഈസ് ടു ഫോൾഡ്. രണ്ട് തരത്തിലുള്ള പേർപ്പസാണ് അതിനുള്ളത്, കണ്ടൻസേഷനും ഡിസ്പ്ലേസ്മെൻറ്റ്. ഫസ്റ്റ്ലി ദീസ് ഡിവൈസസ് ഡിസ്ഗൈസ് ദ റിപ്രസ്ഡ് ഫിയേഴ്സ് ആൻഡ് ഫിഷസ് so that they can get past the bodily sensor which normally prevents their surfacing into the conscious mind. നമ്മുടെ ഉള്ളിലുള്ള പിന്നെ നമ്മൾ റിപ്രസ്ഡ് ആക്കി അടിച്ചമർത്തി നിർത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നതിന് തടഞ്ഞു നിർത്തുന്നു. അത് എപ്പോഴും കോൺഷ്യസ് മൈൻഡിലേക്ക് വരിക എന്നുള്ളത് പ്രശ്നമാണ്. ഇപ്പോൾ സെക്ഷൽ ഡിസയർ ഒരു മനുഷ്യനുള്ളതാണ്, അത് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും അതേപോലത്തെ കണ്ടൻസേഷനും അവന് ആശ്വാസം കൊടുക്കുന്നു. അതേപോലെ തന്നെ ട്രോമാറ്റിക് ഇവൻറ്റ്സ്, നമ്മൾ ചെറുപ്പത്തിലുണ്ടായ ട്രോമാറ്റിക് ഇവൻറ്റ്, നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ വലിയൊരു ആക്സിഡൻറ്റിൽ വെച്ച് മരിക്കുകയോ മറ്റോ സംഭവിക്കുന്നു. ഇത് നമ്മുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളത് ഭയങ്കരമായി ഇഫക്റ്റ് ചെയ്യും. അതിനെ മറ്റൊരു സംഭവമായിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ മനസ്സിൽ വരിക എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ. സ്വപ്നത്തിലാണ് ഇത് അധികം വരിക കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ നിലവിലുള്ള കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ റിപ്രസ്ഡ് ഇമേജസ് വരാതിരിക്കാൻ സഹായിക്കുന്നു. Second one, they mold this material into something that can be converted into images, symbols and metaphors, which then can be repressed in the dream. And what happened in our life and what we have repressed may be converted into images, symbols, metaphors, which then can be represented in dreams. നമുക്ക് സ്വപ്നത്തിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ മെറ്റഫേഴ്സും സിമ്പിൾസും ഇമേജസൊക്കെ ആയിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറുന്നു. അതായത് നിലവിലുള്ള ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ഇമേജസ് ആയി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനൊരു ഗുണവും കൂടെ ഇതിനുണ്ട് എന്നുള്ളതാണ് ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ്. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മുടെ റൈറ്റിങ്ങിലേക്ക് വരുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. നെക്സ്റ്റ്, ജാക്യൂസ് ലെഗാൻ ആൻഡ് സൈക്കോ അനാലിസിസ്. ലെഗാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജാക്യൂസ് ലെഗാൻ 1901, സിമിയോട്ടിക് ഓൺ ദ ബേസിസ് ഓഫ് 1981, who is sometimes semiotic ആണ്, who is sometimes called the French Freud, developed symbols and their meanings. Developed symbols എന്നാണ് കേട്ടോ. And he is a semiotic model of Freud. Jacques Lacan, who is sometimes called French Freud, developed എ മോഡൽ ഓഫ്, അവിടെ ഒരു പിന്നെ ഇൻവെർട്ടർ കോമ ഒരു ഇത് മാറിയതാണ് കേട്ടോ. ഈ എ സിമ്പിൾസ് ആൻഡ് ദെയർ മീനിങ്സ് എന്നുള്ളതിൻ്റെ മുമ്പ്, സിമ്പിൾസ് എന്നുള്ളതിന് മുമ്പ് പിന്നെ എന്താ പറയുക, ഈ ഇൻവെർട്ടർ കോമല്ല നമ്മുടെ ഈ അതിൻ്റെ പിന്നെ ബ്രാക്കറ്റ് തിരിച്ചിടണം. ഡെവലപ്ഡ് എ മോഡൽ ഓഫ് ഫ്രോയിഡ് എന്നാണ് അർത്ഥം കേട്ടോ.
And he did this by presenting the ideas of psychoanalysis in different ways, where on the basis of Saussure's ideas on language. സൊഷ്യയുടെ ഐഡിയയും സൈക്കോ അനാലിസിസിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, സൊഷ്യയുടെ ഐഡിയ നമുക്കറിയാം സയൻസ് സിസ്റ്റമാണ്, സിഗ്നിഫൈഡും സയൻസ് സിസ്റ്റം. ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിമാർക്ക് ഈസ് ദ ക്ലെയിം ദാറ്റ് ദ അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചർഡ് ലൈക്ക് എ ലാംഗ്വേജ്. അൺകോൺഷ്യസ് സ്ട്രക്ചർഡ് ലൈക്ക് എ ലാംഗ്വേജ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അൺകോൺഷ്യസ് ഒരു ലാംഗ്വേജായി നമ്മുടെ മുമ്പിൽ, അത് വളരെയധികം വിശദീകരിക്കേണ്ട ഒരു വാദമാണ്. അൺകോൺഷ്യസ് നമ്മുടെ മുമ്പിൽ ഒരു ലാംഗ്വേജ് ആയിട്ടുണ്ട്. അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങൾ, നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു ലാംഗ്വേജ് പോലെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അൺകോൺഷ്യസ് ആയി നമ്മുടെ മുമ്പിലുള്ളത്? ഇപ്പോൾ മുറ്റമടിച്ച് വാരുന്ന ഒരു പുരുഷൻ, നിങ്ങളിങ്ങനെ കോളേജിലേക്ക് വരുമ്പോൾ ഒരു പുരുഷൻ മുറ്റമടിച്ച് വരുന്നുണ്ട് രാവിലെ, ഉടനെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താ ഇവൻ ചെയ്യുന്നത്? ഇവനെന്താ പിന്നെ വീട്ടിലാരുമില്ലേ? ഇവരുടെ അടിമയാണോ? ഇവൻ്റെ പെണ്ണുങ്ങൾ അടിമയാണോ? അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. അതായത് മുറ്റം അടിച്ചു വാരാൻ പാടില്ല എന്നത് അൺകോൺഷ്യസിൽ കിടക്കുകയാണ്. പുരുഷൻ മുറ്റം അടിച്ചു വാരാൻ പാടില്ല എന്നത് ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മുടെ അൺകോൺഷ്യസിൽ കിടക്കുകയാണ്. ഈ അൺകോൺഷ്യസിൽ കിടന്നിട്ട് നമ്മളിതിങ്ങനെ ആ ഒരു ലാംഗ്വേജ് പോലെ കിടക്കുകയാണ്. ആ ലാംഗ്വേജിനെ നമ്മൾ മനസ്സിലാക്കി എന്താണ്, നമ്മൾ ഒരുപാട് അതിനെ ട്രോളുന്നു, അതിനെ പല രീതിയിൽ നമ്മൾ പറയുന്നു. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് ബോധം കൊണ്ടാണ്. അപ്പോൾ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ലഗാൻ, ദ ചൈൽഡ് ഓഫ് 6 which is 6 month anto, which is also called the pre-8 months, enters the imaginary world or the mirror stage, ഈഡിപ്പൽ പീരിയഡ്. ഇതിന് മിറർ സ്റ്റേജ് എന്ന് പറയും. നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഇമേജിനെ കാണുന്നു ഒരു കുട്ടി. ഈ ഇമേജ് എന്ന് പറയുന്നത് അവൻ്റെ മുമ്പിൽ ഞാനാണ് ഏറ്റവും വലിയ ആളെന്നുള്ളൊരു തോന്നലാണ്. കാരണം അത്രയും വലിയ ഒരു സംഭവമായിട്ട് അവനെ തന്നെ വലിയ സംഭവമായിട്ട് തോന്നുന്ന ഒരു ചെറിയ കാലഘട്ടം. ദിസ് ഈസ് എ പീരീഡ് ഓഫ് ഇല്യൂഷണറി യൂണിറ്റി ആൻഡ് മാസ്റ്ററി ഓഫ് ഇറ്റ് ഇസ് വേൾഡ്. സ്വന്തം ലോകത്തിൻ്റെ മാസ്റ്ററി, അവൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. ഇല്യൂഷണറി വേൾഡ്, ഇതൊരു തരത്തിലുള്ള ഇല്യൂഷണറി വേൾഡാണ്. ഇല്യൂഷണറി വേൾഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയെ നമുക്കറിയാലോ, നല്ല പരിഗണന ഉണ്ടാവും. അവനൊരു മായാലോകത്താണ് ഉണ്ടാവുക. മാസ്റ്ററി ഓഫ് ഇറ്റ് ഇസ് വേൾഡ്, ആ ലോകത്ത് അവനായിരിക്കും ഏറ്റവും വലിയ ആള്. ഇൻ ദിസ് state there is no clear distinction between the subject and object, or between the self and the other and self. ബിറ്റ്വീൻ ദ അതർ ആൻഡ് സെൽഫ് എന്നാണ്. സെൽഫ് ആൻഡ് അതർ എന്നുള്ളത് അത് അങ്ങോട്ടും മാറിയിട്ടുണ്ട്. സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്, ആരാണ് സബ്ജക്റ്റ് ആരാണ് ഒബ്ജക്റ്റ്, ഇതൊന്നും മനസ്സിലാവില്ല. അതേപോലെ തന്നെ സെൽഫ് ആൻഡ് ഞാൻ, മറ്റുള്ളവൻ, ഞാൻ എന്ന ഒരാളും മറ്റുള്ള, കാരണം എല്ലാവരും അമ്മ എപ്പോഴും കൂടെയുണ്ട്. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടി അമ്മയുടെ ഒരു ഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ മറ്റുള്ളവൻ എന്നൊരു ബോധമില്ല. ലേറ്റർ ദ ചൈൽഡ് അക്വയേഴ്സ്, ഇത് രണ്ടാമത്തെ ഭാഗം, സിംബോളിക്. Later the child acquires language and enters into what Lacan calls the symbolic order. In this stage, the child understands the system of linguistic differences, and also it is positioned in such oppositions as male, female. He started to understand the positions like male and female, father and son, mother, daughter. ഇങ്ങനെയൊക്കെയുള്ള ഓപ്പോസിഷൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടി, ചെറിയ 2 വയസ്സായ കുട്ടി ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവേഴ്സായ ആണുങ്ങളെ കാണുന്നു. ഉടനെ കുട്ടി മനസ്സിലാക്കുന്നു ഡ്രൈവേഴ്സ്, ഞാൻ പറയുന്നത് കൂടുതലും ആളുകളെ കാണുന്നു എന്ന് കേട്ടോ. ആണുങ്ങളാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. വീട്ടിലിങ്ങനെ നിൽക്കുന്ന 2 വയസ്സായ കുട്ടി, ഒരു പെൺകുട്ടി മനസ്സിലാക്കുന്നു സ്ത്രീകൾ അടുക്കളയിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ലാംഗ്വേജിലേക്ക് കിടക്കാണ്. പുരുഷന്മാർ അടുക്കളയിലേക്ക് വരുന്നില്ല, അവരെപ്പോഴും പുറത്താണ്. കാരണം അപ്പോൾ ആ കുട്ടിയുടെ ലാംഗ്വേജാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ആഗ്രഹം, വീട്ടിൽ നിൽക്കുന്ന അമ്മയോടുള്ള വെറുപ്പ്, പുറത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം, എലക്ട്ര കോംപ്ലക്സ്. അതേപോലെ പുരുഷൻ അധികാരം പ്രയോഗിക്കുന്ന ആ പുരുഷനോടുള്ള വെറുപ്പ്, ഈഡിപ്പൽ. ഇത് രണ്ടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്നു ഒരു കുട്ടിക്കുള്ളിൽ. ദ എൻട്രി ഇൻ ടു ലാംഗ്വേജ് ഈസ് സിമിലർ ഇൻ ടു ദ ഈഡിപ്പൽ ക്രൈസിസ് ഇൻ ഫ്രോയിഡ്സ് തിയറി.
ഫ്രോയിഡ് തിയറിയുടെ ഈഡിപ്പൽ ക്രൈസിസ് പോലെ തന്നെയാണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. ദ ചൈൽഡ് നൗ കംസ് അണ്ടർ വാട്ട് ഈസ് കാൾഡ് ദ ലോ ഓഫ് ദ ഫാദർ. ലോ ഓഫ് ദ ഫാദർ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിയമങ്ങൾ. ലോ ഓഫ് ഫാദർ അച്ഛൻ്റെ നിയമങ്ങളാണ്. The child expelled from the imaginary order who enters the symbolic order as a result of his construction in language experiences the laws of existence or poor organism. കുട്ടി ഈ ഒരു ഇമാജിനറി വേൾഡ് നിൽക്കുന്ന സമയത്ത് ഞാൻ വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു പോയി. ഞാനൊന്നുമല്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. ലോസ് ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ടായി സിംബോളിക് ലോകത്തേക്ക് വന്നപ്പോൾ. അപ്പോൾ അവിടെ ഒരു നഷ്ടമുണ്ടായി. ഈ നഷ്ടത്തെ ദിസ് ലാക്ക് ക്രിയേറ്റ്സ് ഡിസയർ ഇൻ ദ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് തിരിച്ചു പോകണം, നല്ല ഒരാളാവണം, ഒരു റിയൽ ആളിലെ ആയി മാറണം എന്നുള്ള ഒരു ഡിസയർ നമ്മുടെ സബ്ജക്റ്റ് മീൻസ് ആ കുട്ടി അതിലൊരു ഒരു നല്ല ഒരാളാവണം എന്നുള്ള ഒരു ഡിസയർ ഉണ്ടായി. ദിസ് ഡിസയർ ക്രിയേറ്റ്സ് ദ അൺകോൺഷ്യസ് ഇൻ ദ സബ്ജക്റ്റ്. ഈ ഒരു ഡിസയറാണ് ഉള്ളിൽ അൺകോൺഷ്യസ് ഉണ്ടാക്കുന്നത്. എ ടൈപ്പ് ഓഫ് സിംബോളിക് കാസ്ട്രേഷൻ. കാസ്ട്രേഷൻ മീൻസ് അത് ഒരു വലിയ തിയറിയാണ്. സിംബോളിക് കാസ്ട്രേഷൻ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് തോന്നുന്നതാണ് ഞാൻ കസ്ട്രാറ്റഡ് വുമൻ എന്ന് പറയും. കസ്ട്രാറ്റഡ് വുമൻ ഈ സെക്ഷൽ ഓർഗാൻ ഇല്ലാതായി. ഇപ്പോൾ ആൺ പെൺ രണ്ടെണ്ണം. ഒരു പെൺകുട്ടി എപ്പോൾ തിരിച്ചറിയുന്നു എനിക്ക് ഒരു മെയിൽ ഓർഗാൻ ഇല്ല, ഒരു കുറവാണത്, അതില്ലാന്ന് തിരിച്ചറിയുമ്പോൾ എനിക്കൊരു കുറവുണ്ട്, ഞാൻ ഒരു ഓർഗാൻ ഇല്ലാത്ത ഒരാളാണെന്നുള്ള തിരിച്ചറിയൽ. അതേപോലെ തന്നെ ഒരു പുരുഷൻ ആൺകുട്ടി തിരിച്ചറിയുന്നു ആ പെൺകുട്ടിക്ക് ഒരു സെക്ഷൽ ഓർഗാൻ ഇല്ല. പെനിസാണ് ഉദ്ദേശിക്കുന്നത്. ഓർഗാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെനിസാണ്. ഈ സെക്ഷൽ ഓർഗാൻ ഇല്ല എന്ന് ആൺകുട്ടി മനസ്സിലാക്കുമ്പോൾ എനിക്കെന്തോ ഒരു കൂടുതൽ കഴിവുണ്ട് അവളെക്കാളെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അടിച്ചമർത്തലിൻ്റെ ഒരു ആയുധമായിട്ട് ഈ കാസ്ട്രാക്ഷനെ അല്ലെങ്കിൽ ഫാലിക് ഇമേജിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ എനിക്ക് കൂടുതലുണ്ട് എന്ന് പുരുഷൻ മനസ്സിലാക്കുകയും എനിക്കൊരു കുറവുണ്ട് എന്ന് സ്ത്രീയും മനസ്സിലാക്കുന്നു. കസ്ട്രാക്റ്റഡ് വുമൻ എന്നൊക്കെ അതിന് പറയും. അപ്പോൾ അൺകോൺഷ്യസിൽ ഒരു കുറവുണ്ടാക്കുന്നു എന്നതാണ് ഇതിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കൊരു കുറവുണ്ടാക്കുന്നു. കുറവെന്ന് പറഞ്ഞാൽ ഇമാജിനറി വേൾഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ഒരു സംഭവം ഇപ്പം അല്ല, സിംബോളിക് വേൾഡിൽ ഇല്ല. അപ്പോൾ എനിക്കൊരു കുറവുണ്ട്. Thus the position of identity of the subject is constituted by language. അങ്ങനെ ലാംഗ്വേജ് കൊണ്ട് അയാളുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് വരുന്നു. നമ്മളൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് കൊണ്ടാണ്. ലാംഗ്വേജാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കുറച്ച് വിശാലമായി ആലോചിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ലാംഗ്വേജ് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഈ ലാംഗ്വേജിൻ്റെ ഉള്ളിലേക്ക് അവൾ, അവൻ, ഇപ്പോൾ ലാംഗ്വേജ് കൊണ്ട് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവൻ, അവൾ എന്ന് പറയുന്നത് രണ്ട് ഐഡൻറ്റിറ്റിയാണ്. അവൻ, അവൾ രണ്ടിനും ഒന്ന് മാത്രമാണ് എങ്കിൽ ഐഡൻറ്റിറ്റി വ്യത്യാസം നമ്മൾ തിരിച്ചറിയില്ല. ആൺ പെണ്ണിന് നമ്മൾ ഒരേ പ്രൊനൗൺസ് ആണ് ഉപയോഗിക്കുന്നതിൽ ഐഡൻറ്റിറ്റി വ്യത്യാസം തിരിച്ചറിയില്ല. അവൻ, അവൾ എന്നുള്ളതിനൊക്കെ നമ്മൾ അവൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ക്രൈസിസ്, ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. എപ്പോഴും നമ്മൾ അവൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പിന്നെ അവൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നു എന്ന് പറയുമ്പോൾ പെണ്ണാണോ ആവാൻ പോകുന്നത്, ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന ഒരു ചോദ്യം പുരുഷ മേധാവിത്വത്തിൽ നിന്ന് വരും. അവനാണോ വരുന്നത്, അവൻ വരുന്നുവല്ലേ, ഇനിയിപ്പോൾ എന്താണോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് പകരം രണ്ടിനും അവൻ എന്നാണ് ഉപയോഗിച്ചതെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യൂല എന്നാണ് ലക്കാനിയൻ വാദം. അതായത് ലാംഗ്വേജ് ആണ് നമ്മുടെ ഉള്ളിൽ ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ലക്കാനിയൻ വാദം ഉപയോഗിച്ചിട്ട് പിന്നെ ഫെമിനിസം, പിന്നെ എന്താ പറയുക, ഫെമിനിസ്റ്റുകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ചിന്തകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. So the Lacanian psychoanalysis is an example of post structuralist analysis of language. ലാംഗ്വേജിൻ്റെ പോസ്റ്റ് സ്ട്രക്ചറലിസം കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലക്കാനാണ് പ്രധാനമായിട്ടും. സ്ട്രക്ചറൽസ് അനാലിസിസ് നമുക്കറിയാം, അത് വന്നിട്ടുള്ളത് സൊഷ്യൂറിൽ നിന്നിട്ടാണ്. എന്നാൽ പോസ്റ്റ് സ്ട്രക്ചറലിസം അനാലിസിസ് സൈക്കോ അനാലിസിസോട് കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ജാക്കിസ് ലക്കാൻ. ഇനി സ്ലാവോജ് ഷീസക്കിൻ്റെ എന്തൊക്കെയാണ്? Slavoj Žižek, born in Slovenia in 1949, is a professor at the European Graduate School, an international director of Bibec Institute of Humanities, Bibec College, University of London, and a senior researcher at the Institute of Sociology, University of Ljubljana. He has been a visiting professor at various European and American universities. Famous
as an author and philosopher with the publication of uh, publications, he became internationally the sublime object. He became internationally famous after the publication of the books like The Sublime Object of Ideology 1989. ചെറിയ ലാംഗ്വേജിൽ പ്രശ്നം വന്നിട്ടുണ്ട്. A book which is a pioneering assessment and distillation of Lacan, Hegel and Marx is an analysis and modern ideology. There are some mistakes in language. What is he combined the ideologies of Hegel, Marx and also Lacan. His other prominent works are the ticklish subject, they know not what they do, welcome to the desert of the real cost cases, and the defense of 2008. While providing original insights into psychoanalysis, philosophy, and radical political theory, and employing his extraordinary scholarship to the examination of popular culture, he has established himself as a witty, deeply moral, cultural critic of modern times. മോഡേൺ ടൈംസിലെ വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായിട്ടാണ് അദ്ദേഹം മാറിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാദം ദ സബ്ലൈം ഒബ്ജക്റ്റ് ഓഫ് ഐഡിയോളജി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദ സബ്ലൈം ഒബ്ജക്റ്റ് ഓഫ് ഐഡിയോളജി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദ റിയാലിറ്റി ഈസ് എ ഫാൻറ്റസി കൺസ്ട്രക്ഷൻ വിച്ച് എനാബിൾസ് പീപ്പിൾ ടു മാസ് ദ റിയൽ ഓഫ് ദെയർ ഡിസയർ. ഒരു ഫാൻറ്റസിയാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് കാൻ't you see what I am burning? Freud gives an account of a man who dreams that his dream son came to him to complain, "Can't you see that I am burning?" The father, Freud argues, is awoken by the overwhelming smell of burning. In other words, the outside stimulation, burning, which had been incorporated into the dream, had become too strong to be accommodated by the dream. On the contrary, she created the same through the Lacanian perspective. അദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച് അദ്ദേഹം പറയുന്നത്, ഞാനിതാ കത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നൊരു കുട്ടി സ്വപ്നത്തിൽ വന്നിട്ട് അച്ഛനോട് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾക്ക് സ്മെല്ല് കിട്ടി, കുട്ടിയുടെ കത്തിക്കരിയുന്ന സ്മെല്ല് കിട്ടി. ആ സ്മെല്ലെന്ന് പറയുന്നത് ഡ്രീമിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് എന്നാണ് ഷീസക് പറയുന്നത്. അതൊരു ഫാൻറ്റസി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണെന്നാണ് സ്ലാവോജ് ഷീസക്കിനെ കുറിച്ച് നിങ്ങൾ PG എത്തുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആൻഡ് സൈക്കോഅനാലിറ്റിക് ക്രിറ്റിസത്തിൽ വരുന്ന അവരെന്തൊക്കെയാണ് പ്രധാനമായിട്ടും ക്രിറ്റിസം എന്തൊക്കെയാണ് അവർ അനലൈസ് ചെയ്യുന്നത്? Psychoanalytic critics read texts in the following ways. When they interpret literary text, they give importance to differences between the conscious and unconscious mind. They give differences between conscious and unconscious. The surface or overt meaning of the text is like the conscious mind, and the covert or the hidden meaning of the text, which is more important to them, is like unconscious. ഒരു ടെക്സ്റ്റിൻ്റെ കോൺഷ്യസ് മീനിങ്ങും ഉണ്ടാവും, അൺകോൺഷ്യസ് മീനിങ്ങും ഉണ്ടാവും. അതിൻ്റെ പിന്നെ എന്താ പറയുക, രണ്ട് തരത്തിലുള്ള മീനിങ് ഉണ്ടാവും. ഡിനോട്ടഡ് മീനും കൊണോട്ടഡ് മീനും, കൊണോട്ടേഷനും ഡിനോട്ടേഷനും, സൂചനാർത്ഥവും വാചികാർത്ഥവും. വാചികാർത്ഥം എന്ന് പറയുന്നത് കോൺഷ്യസ് ആണ്, സൂചനാർത്ഥം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആണ്. The unconscious motives of both the author and the character become important to these critics. ഓതറിൻ്റെയും അതേപോലെ ക്യാരക്ടറിൻ്റെയും ഒക്കെ അൺകോൺഷ്യസ് മോട്ടീവ്സ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. The read Oedipal motives in relationships not only among the characters but also between writers of different generations. Oedipal motives-നെ അവർ പഠിക്കാൻ തുടങ്ങി. അതേപോലെ നോട്ട് ഓൺലി അമംഗ് ദ ക്യാരക്ടേഴ്സ് ബട്ട് ബിറ്റ്വീൻ റൈറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ജനറേഷൻസ്. ഈ ഈഡിപ്പൽ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടലാണ്. അച്ഛനെ കൊന്ന് അമ്മയെ വിവാഹം കഴിച്ച പിന്നെ ഈഡിപ്പസ് റെക്സിലെ ഈഡിപ്പസ് എന്ന് പറയുന്ന രാജാവിൻ്റെ കഥയുണ്ട് ഹോമറിൽ.
അതിൽ അച്ഛനെ കൊല്ലുകയും അതിന് കഥ വളരെ വിശാലമാണ്. അത് നിങ്ങൾ അതൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. വളരെ രസകരമായ കഥയാണ്, നിങ്ങൾ വായിച്ചു നോക്കുകയും വേണം. ഹോമറിൻ്റെ സോഫോക്ലിസിൻ്റെ നാടകമാണ് ഈഡിപ്പസ് റെക്സ്. അതിൽ ഈഡിപ്പസ് അച്ഛനെ കൊല്ലുകയും അമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അദ്ദേഹം അറിയാതെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ നമ്മൾ അച്ഛനോടുള്ള വിരോധവും അമ്മയോടുള്ള ഇഷ്ടവും ഒരു ആൺകുട്ടിക്ക് ഉണ്ടാകും എന്നൊരു വാദമാണ് അതിൽ വരുന്നത്. അച്ഛനോടൊരു അങ്ങനെ ആ ഒരു തരത്തിലാണ് ഫ്രോയിഡ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അച്ഛനോടുള്ള വിരോധം, അമ്മയോടുള്ള ഇഷ്ടം. അപ്പോൾ അച്ഛനോടുള്ള വിരോധം അദ്ദേഹത്തിൻ്റെ അധികാരത്തിനോട് എതിരുള്ള വിരോധമാണ്. എന്നാൽ ഇതേ സംഭവം കുട്ടിക്ക് പിന്നെ പെൺകുട്ടികളുടെ നേരെ ഓപ്പോസിറ്റാണ്. പെൺകുട്ടികളുടെ അമ്മയോടുള്ള വിരോധം, അച്ഛനോടുള്ള ഇഷ്ടം. അമ്മയോടുള്ള വിരോധം എന്ന് പറയുന്നത് അമ്മയോട് പിന്നെ ഈ അടിച്ചമർത്തൽ കൊണ്ടുണ്ടായിട്ടുള്ളൊരു വിരോധമാണ് അമ്മയോടുള്ളത്. അച്ഛനോടെന്ന് പറഞ്ഞത് ഒരു ഹീറോയിക് അഡ്മിറേഷനാണ് അച്ഛനോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഇത് പലതരത്തിലുള്ള ക്രിട്ടിക്കൽ അനാലിസിസിലേക്കൊക്കെ ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കുറവിനെ, അതിനധികാരം, ആ ഒരു കുറവിനെ നമ്മൾ ആരാധിക്കുന്നു. നമ്മുടെ കുറവ് മറ്റുള്ളവരിൽ ഉണ്ടാകുമ്പോൾ അതിനെ ആരാധിക്കുന്നു. പിന്നെ നമുക്കില്ലാത്തത് മറ്റുള്ളവരിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ആരാധിക്കുന്നു. ഇതൊക്കെ ഉള്ളതാണ് പിന്നെ ഈ ഒരു ഈഡിപ്പൽ മോട്ടീവ്സ് ആയിട്ട് വരുന്നത്. And they identify a psychic context for a text rather than a social or historical context. ഒരു ടെക്സ്റ്റിൻ്റെ സോഷ്യൽ ഓർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനേക്കാൾ അവർ സൈക്കിക് കോണ്ടെക്സ്റ്റിനെയാണ് അനലൈസ് ചെയ്യുക. And the Lacanian critics do not pay attention to the unconscious motives and feelings of the author or the character. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് തന്നെ, ഒരു ക്യാരക്ടറിൻ്റെയോ ഓതറിൻ്റെയോ കോൺഷ്യസ് മോട്ടീവ്സിലേക്ക് ലക്കാനിയൻ critics പോകൂല. പകരം they search the text for contradictory undercurrents of meanings beneath the surface. They demonstrate the presence of Lacanian mirror stage and symbolic stage. അവർ സാമൂഹികമായിട്ടുള്ള മിറർ സ്റ്റേജിലെയും പിന്നെ സിംബോളിക് സ്റ്റേജിലെയും വ്യത്യാസം. സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കൾച്ചറിലേക്ക്, സൊസൈറ്റിയിലേക്ക് ഒക്കെ വന്നു. ലാംഗ്വേജ് എല്ലാവരുടേതുമാണല്ലോ. അപ്പോൾ പിന്നെ ലാംഗ്വേജിൻ്റെ ലോകത്തിലേക്ക് കടക്കുമുണ്ടാകുന്ന പിന്നെ സിംബോളിക് ആയിട്ടുള്ള ഒരു ലോകത്തെ, ഒരു അൺകോൺഷ്യസിനെയാണ് ഇവർ ഈ സമയത്ത് അനലൈസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് വാട്ട് സൈക്കോഅനാലിറ്റിക്കൽ ക്രിറ്റിസിസം. I think that I described very well the text or the contents of the slides. If you have any doubt, please ask me and I will explain further. We know that to be longer in videos, or the longer videos might have caused to make problems for you to watch the video. So I am condensing or precising my videos into small pieces. അപ്പോൾ ഇനിയും വിശദീകരിച്ച് സമയം കൂടുതൽ കളഞ്ഞ് നിങ്ങളുടെ പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ മൈ വാട്സപ്പ് നമ്പർ ഓർ മൈ mobile number. WhatsApp number is 9747687129. Okay, thank you for watching this video.